പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഡോക്ടർ സൈജു ഖാലിദാനി. എൻ്റെ ഈ തമ്പിൻ്റെ ഇംപ്രഷൻ അത് എനിക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരെണ്ണം മറ്റൊരാളിനും ഉണ്ടാവില്ല. ബാക്കിയുള്ളവരെല്ലാം ഡിഫറൻ്റ് ആയിരിക്കുന്നത് പോലെ ഓരോരുത്തരുടെയും മാനസിക നിലവാരവും ചിന്തകളുടെ രീതികളും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളോടൊപ്പമുള്ളവരോട് നമ്മൾ വഴക്കിടേണ്ടി വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരു ബെഡ്റൂമിൽ ഒരു ഫാനിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്നവർ പലപ്പോഴും പറയാറുണ്ട് ഒട്ടും കാറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ചിലർ പറയുമ്പോൾ ഭയങ്കര കാറ്റായിരുന്നു, തണുപ്പുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഒരേ റൂമിൽ ഒരേ സമയത്ത് കിടന്നുറങ്ങിയ 2-3 പേര് ഇത്തരത്തിൽ ഡിഫറൻ്റായി അഭിപ്രായം പറയുന്നത് സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ്. അതേപോലെ ചിലപ്പോൾ കറിക്ക് ഉപ്പ് കൂടിപ്പോയി ആയിരുന്നു എന്നാൽ ചിലർ പറയും കുഴപ്പമില്ല, മീഡിയം പരുവത്തിലായിരുന്നു. എന്താണ് ആ ആളുടെ മീഡിയം പരുവം? അല്ലേ, ഒരാളിന് ചൂട് കൂടുതലായിരുന്നു, അല്ലെ ഒരാളിന് തണുപ്പ് കൂടുതലായിരുന്നു, എരിവ്, അതേപോലെ പുളി, കയ്പ്, മധുരം, സന്തോഷം, സങ്കടം, ദുഃഖം, ഇതെല്ലാം എല്ലാ മനുഷ്യർക്കും ഡിഫറൻ്റ് ആണ്. അവയൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് ഫീലിങ്ങുകൾ എന്നാണ്. ഈ ഫീലിങ്ങുകൾ ഒരിക്കലും ഒരാളിൻ്റെയും ഒരേ തോതിൽ വരാറില്ല. നമ്മുടെ തമ്പ് ഇംപ്രഷൻ ഡിഫറൻ്റ് ആയതുപോലെ തന്നെ ഫീലിങ്ങുകളും എല്ലാ മനുഷ്യർക്കും ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. നമ്മളുടെ കാല് മുറിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ അതിൻ്റെ വേദനയുടെ തോത് അറിയണം എന്ന് ഒരു നിർബന്ധവും നമുക്ക് പിടിക്കാൻ കഴിയില്ല. കാര്യം അവർക്കൊരു പക്ഷേ അതിനോട് സങ്കടം തോന്നിയേക്കാം, അല്ലെങ്കിൽ ഒന്നും തോന്നാതെയും ഇരിക്കാം. അതൊക്കെ അവരുടേതായ മാനസിക നിലവാരം അനുസരിച്ച് ഇരിക്കും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വേദനയ്ക്ക് അനുസരിച്ച് അവർ സങ്കടപ്പെട്ടോളണോ അല്ലെ അവർ വേദനിക്കണമെന്നൊന്നും പറയുന്നതിന് അതിൽ ഓരോരുത്തരുടെ വേദനയ്ക്കും അവരവർക്കുണ്ടാകുന്ന ഫീലിംഗ് അവരവരുടേത് മാത്രമാണ്. നമ്മളുടെ ഏറ്റവും വലിയ എത്ര ഉറ്റവരായാലും ഉടയവരായാലും അവരവരുടെ സങ്കടങ്ങളും അവരവരുടെ സന്തോഷങ്ങളുടെ തോത് അത് അവരവരുടെ ഫീലിങ്ങിൻ്റെ നിലവാരത്തിനനുസരിച്ചാണ്. അതുപോലെ എന്നോടൊപ്പം ജീവിക്കുന്ന ആൾ അല്ലെ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സഹപ്രവർത്തകൻ അങ്ങനെ ആകണം എന്ന് വാശി പിടിക്കുന്നിടത്ത് നിന്നാണ് വഴക്കുകൾ. ഇങ്ങനെ ഈ ഫീലിംഗ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു മനോനില വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റെ റേഞ്ചിനനുസരിച്ച് ചിന്തിക്കും അല്ലെ പ്രവർത്തിക്കണം എന്ന് വാശി പിടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറേ പരിധി വരെയും അവരെ അവരുടെ വഴിക്കുകൂടെ വിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു ജോലി 100% കൃത്യമായിട്ട് അയാൾ ചെയ്യും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന 100% എത്രയാണ് എന്ന് ആ ആളിന് അറിയണം എന്നില്ല. അതിൻ്റെ അർത്ഥം അയാൾ മോശക്കാരനാണ് എന്നല്ല, പക്ഷെ നമ്മളുടെ 100% എത്രയാണെന്ന് അറിയാതെ അയാൾക്ക് എങ്ങനെയാണ് 100% തികയ്ക്കാൻ കഴിയുക? അതുകൊണ്ട് നമ്മൾ മാനുഷികമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്പം സ്വാതന്ത്ര്യം അവർക്കുമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യം, മാനുഷികമായ സ്വാതന്ത്ര്യങ്ങളും ചിന്തകളും ഉള്ള ഒരാളിനെയാണ് നമ്മൾ കൂടെ നിർത്തിയിട്ടുള്ളത്. അതിനനുസരിച്ച് അവരെ വിട്ടുകൊടുക്കുവാൻ കഴിയണം. ഞാൻ വളരെ സിമ്പിളായി പലപ്പോഴും പറയുന്നത് ഒരു 80-20 പ്രൊപ്പോർഷനിൽ ഇടപെടുവാൻ കഴിയണം. 80ൽ നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ച് വരട്ടെ, ഒരു 20% വരാം എന്ന് ചിന്തിച്ചാൽ ആ ഒരു 20%ൽ നമുക്ക് ഡെസ്പാകായിരിക്കും. കാരണം 100% നമ്മൾ പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ 100% നിരാശയായിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം ഒരല്പം ഗ്യാപ്പിട്ട ചിന്തയാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ ആ ഇട്ട ഗ്യാപ്പിലൂടെ നമുക്ക് തിരിച്ചു പിടിച്ചു കയറുവാനും അവരുമായിട്ടുള്ള വഴക്കുകളിൽ നിന്ന് ഒരു പരിധി വരെ മാറുവാനും കഴിയും. കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളോടൊപ്പം നിൽക്കുന്നത് ഇനി ആരായാലും, ഇവ നമ്മുടെ മക്കളായ നമ്മുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ആരായാൽ തന്നെയും അവർക്കൊക്കെയും നമ്മളുടെ തമ്പ് ഇംപ്രഷൻ ഡിഫറൻ്റ് ആയതുപോലെ അവരുടെ മനോനിലയും ഡിഫറൻ്റാണ്. അതിനനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം അവരിൽ നിന്ന് തീർച്ചയായിട്ടും നാം എല്ലാ കാര്യത്തിലും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമുക്ക് വഴക്കുണ്ടാകുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.